മഴവിൽ മനോരമ ലഭിക്കുന്ന ചെറിയ ഡിഷ് ഒന്ന് സിഗ്നൽ പിടിക്കാം. നമുക്ക് മഴവിൽ മനോരമൻ്റെ SD ചാനൽ ലഭിക്കുന്ന സാറ്റലൈറ്റ് GSAT 15 93.5 ഡിഗ്രിയാണ്. നമുക്കൊരു 2 അടിൻ്റെ ഡിഷ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നമ്മുടെ DD ഫ്രീ ഡിഷ് അല്ലെങ്കിൽ GSAT 15 93.5 ഡിഗ്രീസിൻ്റെ സിഗ്നൽ പിടിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഡിഷ് ആൻറ്റിൻ്റെ LMൻ്റെ സ്ക്യൂ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ DD ഫ്രീ ഡിഷിൻ്റെ അല്ലെങ്കിൽ GSAT 15 93.5 ഡിഗ്രീസിൻ്റെ LMൻ്റെ സ്ക്യൂ ഇതുപോലെ വയ്ക്കുക. പിന്നെ LMൻ്റെ കമ്പനിക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. ഇനി നമുക്ക് ഒരു സ്ട്രോങ് ഫ്രീക്വൻസി വേണം. DD ഫ്രീ ഡിഷിൻ്റെ സിഗ്നൽ പിടിക്കാൻ സ്ട്രോങ് ഫ്രീക്വൻസി വേണം. ഞാനിതിൽ ആപ്പ് ഉപയോഗിച്ചാണ് സിഗ്നൽ പിടിക്കുന്നത്, അല്ലാത്തവർക്ക് ഇങ്ങനെ പറയാം. ഇത് കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുന്ന ഒരു പൊസിഷനാണ്. ഇപ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് നോക്കുമ്പോൾ ഒരു പൊസിഷനാണിത്. ഇത് കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ഒരു പൊസിഷനാണ്. നമ്മുടെ എല്ലാ ഫോണിലും നമുക്ക് ആപ്പ് വർക്ക് ചെയ്തോളുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. DD ഫ്രീ ഡിഷിൻ്റെ സ്ട്രോങ് ഫ്രീക്വൻസി 110 90 വെർട്ടിക്കൽ 29500. ഞാൻ ആ ഫ്രീക്വൻസി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ആപ്പിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിഷ് ആൻറ്റിനെ പുറകിൽ നിന്നിട്ട് ആ LMൻ്റെ വയർ അതിന് നേരെ ഇതുപോലെ ഫോൺ പിടിക്കണം. ഫോൺ പിടിക്കുമ്പോൾ ഇവിടെ കാണാം ഒരു ബോള്. ആ ബോള് LMൻ്റെ നേരെ കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ഡിഷ് ആൻറ്റിന ഇടത് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വലത് ഭാഗത്തേക്കോ ആണോ തിരിക്കേണ്ടത് അതുപോലെ തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബോളും LMയും ഒരേപോലെ വരുന്ന ഭാഗത്ത് നമുക്ക് സിഗ്നൽ ഏകദേശം റെഡിയാവും. ആ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം ഡിഷ് ആൻറ്റിനെ ഉയർത്തിയും താഴ്ത്തിയും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായും സിഗ്നൽ കയറി വരും. നിങ്ങളിവിടെ കാണാം ഞാനിതുപോലെ ഡിഷ് ആൻറ്റിന അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ പതുക്കെ വേണം തിരിച്ചു കൊണ്ടുവരാൻ. എന്നിട്ട് ഡിഷ് ആൻറ്റിനെ ഉയർത്തിയും താഴ്ത്തിയും അഡ്ജസ്റ്റ് ചെയ്താൽ സിഗ്നൽ കയറി വരുന്നത് നിങ്ങളിവിടെ കാണാം. അപ്പോൾ LMൻ്റെ സ്ക്യൂ കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വളരെ പെട്ടെന്ന് സിഗ്നൽ ക്യാച്ച് ചെയ്യാൻ പറ്റുക, അതുപോലെ കറക്റ്റ് ആവുക. LMൻ്റെ സ്ക്യൂ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, സിഗ്നൽ കറക്റ്റ് ആവില്ല. അപ്പോൾ LMൻ്റെ സ്ക്യൂ ആദ്യം ശരിയാക്കിയ ശേഷം മാത്രം ഇതുപോലെ ആപ്പ് ഉപയോഗിച്ച് സിഗ്നൽ ശരിയാക്കുക. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ ഞാനിവിടെ മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഏത് ഭാഗത്താണ് സിഗ്നൽ വരുന്നത് എന്നറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഡിഷ് ആൻറ്റിനെ ഉയർത്തിയും താഴ്ത്തിയും വളരെ ഈസി ആയിട്ട് സിഗ്നൽ പിടിക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുന്നുണ്ട്. പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോണിൻ്റെ ആവശ്യമില്ല, ആപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഭാഗത്ത് ഡിഷ് ആൻറ്റിനെ ഉയർത്തിയും താഴ്ത്തിയും മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുക. അതിൻ്റെ കൂടെ LMൻ്റെ സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. LMൻ്റെ സ്ക്യൂ ചെയ്തതായിട്ട് മുകളിലേക്കോ താഴേക്കോ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് മാക്സിമം സിഗ്നൽ ലഭിക്കും. ഇവിടെ കാണാം എനിക്ക് 90-91% വരെ സിഗ്നൽ വളരെ സ്ട്രോങ് ഫ്രീക്വൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രോങ് ഫ്രീക്വൻസി സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ട്യൂൺ ചെയ്തെടുക്കുക. ഞാൻ ആ ഫ്രീക്വൻസി ഒന്ന് ട്യൂൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളെ കാണാം എനിക്കിവിടെ മാക്സിമം 90-91% ലഭിക്കുന്നുണ്ട്. ഞാനിവിടെ ആ ഫ്രീക്വൻസി ഒന്ന് ട്യൂൺ ചെയ്യുന്നത് നിങ്ങളെ കാണാം. അപ്പോൾ ആ ഒരു ചാനലുകൾ നിങ്ങളിവിടെ കാണാം ട്യൂണായത്. ഇനി നമുക്ക് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം. ഞാനിവിടെ സിഗ്നൽ പിടിക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റാർ സാറ്റിൻ്റെ SR 488 ബോക്സാണ്. വളരെ ഈസിയായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റുന്നൊരു കിട്ടിയ ബോക്സാണ്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സിഗ്നൽ പിടിക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റാർ സാറ്റിൻ്റെ SR 488 സെറ്റ് ബോക്സാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക. ബ്ലൈൻഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്രീക്വൻസികൾ വീണ്ടും കിട്ടും. അതിൽ സിഗ്നൽ കുറവുള്ള ഫ്രീക്വൻസികൾ ഏതാണോ അതിന് മാക്സിമം സിഗ്നൽ കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഷ് ആൻറ്റിൽ വന്നിട്ടുള്ള എല്ലാ ഫ്രീക്വൻസിയും ഒരേപോലെ സിഗ്നൽ ലഭിക്കും. പിന്നെ അതിൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒരേപോലെ സിഗ്നൽ പിടിക്കണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരേപോലെ സിഗ്നൽ ലഭിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടൈഗറിൻ്റെ ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് കാണിക്കാം.
നമുക്കിതിൽ സെറ്റിങ്സിനെ പറ്റി പറയാം. LNB ഫ്രീക്വൻസി 9750 ആയിരിക്കണം. LNB ടൈപ്പ് KI ബാൻഡ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ സെറ്റിങ്സിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ FTF ഫോർമാറ്റ് സെലക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് 93.5 ഡിഗ്രീസിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ഡിഷ് ടിവിൻ്റെ ഭാഗത്തുള്ള പേ ഫോർമാറ്റ് ചാനലുകളും ട്യൂണാവും. പിന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും സമയം കാണും. അതുകൊണ്ട് FTF ഫോർമാറ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ട്യൂണായിട്ടുള്ളത് 488 ചാനലുകളാണ് ട്യൂണായിട്ടുള്ളത്. ഇത് നമുക്കൊരു 150 നല്ല ചാനലുകളും ബാക്കിയുള്ളത് വിദ്യാഭ്യാസ ചാനലുകളാണ്. പല ഭാഷകളുള്ള വിദ്യാഭ്യാസ ചാനലുകളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ചാനൽ നിർത്തിയിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ DD ഫ്രീ ഡിഷിൻ്റെ ഭാഗത്ത് എണ്ണത്തിന് 488 ചാനൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മഴവിൽ മനോരമൻ്റെ SD ചാനലാണ് നമ്മുടെ DD ഫ്രീ ഡിഷ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഡിഷ് ആൻറ്റിനെയും ഒരു LNBയും ഒരു MPEG 4 റിസീവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മഴവിൽ മനോരമ, അതുപോലെ കൈറ്റ് വിറ്റേഴ്സ്, DD മലയാളം, പിന്നെ കുറച്ച് മലയാളം വിദ്യാഭ്യാസ ചാനൽ ഉൾപ്പെടെ മറ്റ് ഹിന്ദി, അതുപോലെ മറ്റ് ഭാഷകളിലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, മൂവീസ്, മ്യൂസിക് ചാനലുകളെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പറയാനൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് നമ്മുടെ DD ഫ്രീ ഡിഷ് ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ സിഗ്നൽ പിടിച്ച് DD ഫ്രീ ഡിഷ് ചാനൽ കാണാം. ഇനി വീഡിയോയിൽ സിഗ്നൽ പിടിക്കാൻ ഉപയോഗിച്ച ആപ്പിനെ പറ്റി പറയാം. പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്പാണ് ഇത്. സാറ്റലൈറ്റ് ഡയറക്ടർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സാറ്റലൈറ്റ് ഡയറക്ടർ വന്ന്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം പെർമിഷൻ ചോദിക്കുന്നുണ്ട്, പെർമിഷൻ കൊടുക്കുക. 2 തവണ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് നെറ്റ് ഓൺ ആക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കാനോ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ റെഡ് ഉള്ളത് ഗ്രീൻ ആയിട്ട് മാറും. അതിനുശേഷം ഇടതുഭാഗത്തെ നീക്കുക. ഇടതുഭാഗത്തെ നീക്കുമ്പോൾ കാണാം സാറ്റലൈറ്റ് ലിസ്റ്റ് വന്ന്. ഒരിക്കൽ കൂടി ഇടതുഭാഗത്തെ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ കോമ്പസ് ഓണായി വരും. അതായത് നമ്മുടെ ആപ്പ് വർക്കിംഗ് ആവും. നിങ്ങളുടെ കാണാം നിങ്ങൾ ഇടതുഭാഗത്ത് നീക്കിയപ്പോൾ ഓണായി വന്നത്. ഇനി ഡിഷ് ആൻറ്റിൻ്റെ പുറകിൽ വന്നിട്ട് ഇതുപോലെ ഞാൻ ഈ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. ആ ഒരു ബോൾ രണ്ടും ഒരേപോലെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഏത് DTH ആണോ അല്ലെങ്കിൽ ഏത് സാറ്റലൈറ്റ് ആണോ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ആ ഒരു ഭാഗത്തെ സിഗ്നൽ തീർച്ചയായിട്ടും കിട്ടും. അതിന് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, LNB ടൈപ്പ് KI ബാൻഡും LNB ഫ്രീക്വൻസി 9750 റിസീവറിൽ സെറ്റ് ചെയ്യണം. പിന്നെ LNBൻ്റെ സ്ക്യൂ കറക്റ്റ് ആയിരിക്കണം. അതിന് ശേഷം ഡിഷ് ആൻറ്റിന ഉയർത്തിയും താഴ്ത്തിയും ആപ്പ് ഉപയോഗിച്ച് ഇതുപോലെ വളരെ ഈസി ആയിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.